നമസ്കാരം. വെഞ്ഞാറമ്മൂട് അഫാൻ എങ്ങനെയാണ് ആ കൊലപാതകങ്ങൾ, ആ ക്രൂര കൃത്യങ്ങൾ ചെയ്തത് എന്ന് അഫാൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞെട്ടിപ്പോവും. ഒരു മനുഷ്യൻ എങ്ങനെയുടെ ഇങ്ങനെ സ്വന്തം അനുജനെയും ഈ അമ്മയെയും ഈ പറയുന്ന കാമുകിയൊക്കെ ഇങ്ങനെയും മൃഗീയമായിട്ട് എങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു? സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ വിറച്ചുപോയി. ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ ഓർത്തുപോയി. നമുക്കറിയാം, അഫാൻ ഈ പറയുന്ന ജയിലിൽ നിന്ന് കാണിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അവന് ഉച്ചയ്ക്ക് മീന് വേണം, രാത്രിയാകുമ്പോൾ പൊറോട്ട ഇറച്ചിയും വേണം. ഇതൊക്കെ പോലീസുകാർ വാങ്ങിച്ചു കൊടുക്കുന്നത്, കാരണം അവർക്ക് വേറെ നിവർത്തിയില്ല. അതുമല്ല, ഞാൻ ഉടനെ ആത്മഹത്യ ചെയ്യും, എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ആത്മഹത്യ ഭീഷണി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പോലീസുകാർ അവന് വേണ്ടിയിട്ട് പ്രത്യേകം അവരെന്ത് ചെയ്തു, നിരീക്ഷിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അവൻ ജയിലിനകത്ത് കിടക്കി, പോലീസുകാരന് ഉറക്കമില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് അവൻ ഒരു സൈക്കോ ആണല്ലോ, എപ്പോഴാണ് ഈ ജയിലിന്റെ കമ്പിയിൽ ഇടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവൻ വളരെ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവസാനം അവൻ ബോധം കെട്ടുവൻ, ഉറക്കമില്ലാതെ അവൻ ബോധം കെട്ട് വീണു വന്നും അത് കണ്ട് ഇവൻ ചിരിച്ചു വന്നും ഒക്കെ നമ്മൾ കേട്ടു അല്ലേ. അപ്പൊ എന്തോ ആയിക്കോട്ടെ. അപ്പോ ഇവൻ ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഈ കൊലപാതകം നടത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന സാമ്പത്തിക പ്രശ്നം തന്നെയാണെന്നാണ് പറയുന്നത്. അതുമല്ല, ഈ പറഞ്ഞതുപോലെ ഈ അഫാൻ രാത്രി കാലങ്ങളിൽ എവിടെയാണ് പൊയ്ക്കൊടുന്നത്? എനിക്കൊന്നും രാത്രി കാലങ്ങളിൽ മോഷ്ടിക്കാൻ പോയതായിരിക്കും. അത് അത്രയ്ക്ക് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത്. അതായത് വല്ലയിടത്തും പോയി അടിച്ചു മാറ്റാൻ, അത് ഇനിയിപ്പോ തെളിയിക്കാം. വല്ലയിടത്തും പോയി ആരെങ്കിലും അടിച്ചു കൊന്നോന്ന് എനിക്കറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. ഇവൻ ഈ ഒരു ക്രൂരത ഇവന്റെ ഉണ്ട്. ഇവൻ രാത്രി കാലങ്ങളിൽ ഈ പറയുന്ന ബാഗും തൂക്കി പുറത്തിറങ്ങുമെന്ന് പറയുന്നു. എവിടെയെങ്കിലും പോയി മോഷ്ടിക്കാൻ കയറിയോ, ആരെങ്കിലും തലക്കടിച്ച് കൊന്നിട്ടുണ്ടോ, അത് നമ്മൾ പിന്നീട് ആലോചിക്കണം, അത് നമ്മൾ തിരക്കണം. അങ്ങനെ സമീപകാലത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന തെളിയിക്കാത്ത കേസുകൾ വല്ലതുണ്ടോ, ഈ രീതിയിൽ തലക്കടിയിട്ട് മരിച്ച ഏതെങ്കിലും ആൾക്കാരുണ്ടോ, അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതായിരിക്കും. അല്ലാതെ ഇവർ രാത്രി 10:30 ശേഷം എന്തിനാണ് വെളിയിൽ ഇറങ്ങിയെന്ന് എനിക്ക് അത് മോഷ്ടിക്കാൻ തന്നെയായിരിക്കും, എവിടെയെങ്കിലും വീട് കണ്ടുവച്ചിട്ട് മോഷ്ടിക്കാൻ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വാങ്ങിച്ചു കൂട്ടിയ കടം അത്രത്തോളം ആയിരുന്നു. അതായത് മീറ്റർ പലിശയ്ക്ക് വരെ പൈസ എടുത്തു. മീറ്റർ പലിശ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിൽ 10,000-ഓളം രൂപ മീറ്റർ പലിശക്കാർക്ക് കൊടുക്കണം. അപ്പൊ ഏതാണ്ട് ഒരു മീറ്റർ പലിശ 1 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാല്, ഈ 1 മീറ്റർ പലിശയൊക്കെ ആണെങ്കിൽ 10,000 രൂപ, ചിലരൊക്കെ 1 ലക്ഷം രൂപ എടുക്കും. ഒരു ദിവസത്തേക്ക് 10,000 രൂപ, പിറ്റേ ദിവസം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ പിന്നീട് 1,10,000 ആയിട്ട് കൊടുക്കണം. അപ്പൊ അത് 10% പലിശ എന്തോ ആണ് അത് വരുന്നത്, മനസ്സിലാവും. അത് മീറ്റർ 10% മീറ്റർ എന്ന് പറയുമ്പോൾ 1 ലക്ഷം ആണെങ്കിൽ അതിന്റെ 10%, അതായത് ഈ പറയുന്ന 10,000 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അപ്പോ അങ്ങനെയൊക്കെ എടുത്ത് ഈ പലിശക്കാർക്ക് എങ്ങനെ നോക്കിയാൽ ഡെയിലി ഒന്നരാടം ഇവന് എന്ത് ചെയ്തു 10,000 വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നു, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ വന്ന അവസാനം ഇവന്റെ അമ്മയും കൂടി തീരുമാനിച്ചു എന്നാ പറയുന്നത്. ഇവന്റെ അമ്മയും കൂടി തീരുമാനിച്ചു, നമുക്ക് ആത്മഹത്യയേ ഉള്ളൂ ഇതിനൊരു വഴി എന്ന് ഈ പറയുന്ന അഫാനും. ആദ്യം അഫാൻ ഉമ്മയുടെ അടുത്താണ് പറയുന്നത് ആത്മഹത്യയുള്ള ഒരു വഴി എന്ന്. ഈ അഫാന്റെ ഉമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. അഫാന്റെ ഉമ്മയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കടങ്ങളെല്ലാം വരുത്തി വെച്ചത്, മനസ്സിലായി. ഈ മീറ്റർ പലിശയ്ക്ക് ഉൾപ്പെടെ വാങ്ങിച്ച കടം മൊത്തം ഈ അഫാന്റെ ഉമ്മയ്ക്ക്. അതുകൊണ്ടാണ് അഫാന്റെ ഉമ്മ ഇപ്പോഴും അവനെ പ്രൊട്ടക്ട് ചെയ്ത് പറയുന്നത്. കാരണം ഇതില് അവർക്കും നല്ല റോൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്രയും കടം വാങ്ങിച്ചത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വാപ്പയെ അറിയിക്കാൻ പറ്റത്തില്ല. വാപ്പ ചോദിക്കില്ല ഇതിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചേ എന്നുള്ളത് പറയില്ലേ. ഇത് വാങ്ങിച്ചെന്തെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എന്തുമാത്രം ദൂരത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിയെന്ന് ഒരു പിടുത്തവും. അപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെ സോഫയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അഫാന്റെ അമ്മ വിസമ്മതിച്ചു, അവർക്ക് പേടിയായിരുന്നു കാണും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം പൊക്കിയോ, ബാക്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു, ഷാളിട്ട് മുറുക്കി ഈ പറയുന്ന ഇവരെന്ത് ചെയ്യുന്നു, ഇറുക്കുന്നു. ഷാളിട്ട് മുറുക്കി എന്ത് ചെയ്തു, നേരെ വലിച്ചെടുത്തുകൊണ്ട് പോയി ആ റൂമിനകത്ത് കയറ്റിയിട്ട് തല എന്ത് ചെയ്തു, ഈ പറയുന്ന താഴെ കൊണ്ട് ഇടിക്കുന്നു. ഇടിച്ചിടിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ബ്ലഡൊക്കെ വന്ന് അവർ ബോധം കിട്ടപ്പോൾ അവരെ അവിടെ വെച്ചിട്ട് ഇവ എന്ത് ചെയ്യുന്നു, പൂട്ടുന്നു. ഈ പറയുന്ന റൂമും വീടെല്ലാം പൂട്ടി വെളിയിറങ്ങിയിട്ട് നേരെ ഇവന്റെ ഉമ്മുമ്മയുടെ അടുത്ത് പോകുന്നു. ഉമ്മുമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മുമ്മയെ എന്ത് ചെയ്യുന്നു, അതേപോലെ ദാരുണമായിട്ട് കൊല്ലുന്നു. അതിനുശേഷം നേരെ ഇവന്റെ പാപ്പയുടെ സഹോദരന്റെയും ഭാര്യയുടെ അവിടുത്തെ പോകുന്നു, അവരെയും ദാരുണമായിട്ട് കൊല്ലുന്നു. അതിനുശേഷം ഇവന്റെ നമ്മുടെ കാമുകിയെ വിളിച്ചു പറയുന്നു, നീ ഒരു കാര്യം, എന്റെ വീട്ടിൽ ഉമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ്, ഉമ്മയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, നീ വീട്ടിലോട്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ കാമുകിയെ ഇവൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. കാമുകിയെ പിക്ക് ചെയ്യാൻ പോണതിന് മുമ്പ് ഈ അനുജനെ എന്ത് ചെയ്യുന്നത്, അനുജനെ ഈ കുഴിമന്തി വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഇവൻ നേരെ കാമുകിയെ പിക്ക് ചെയ്ത് കൊണ്ടതിന് ബൈക്കിൽ വരുമ്പോൾ കാമുകിയുടെ അടുത്ത് ഇവൻ പറഞ്ഞു വന്ന്, ഞാൻ ഈ പോണ വഴി ഞാൻ ബൈക്ക് ഇടിച്ച് മരിച്ചാൽ നീ എന്ത് ചെയ്യും എന്ന് ഈ കാമുകി എടുത്ത് ചോദിക്കും. അപ്പൊ കാമുകി പറയുന്നു, ഞാനും ഇക്കയുടെ കൂടെ മരണമടയും എന്ന് കാമുകി വന്നു. ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ എവിടെ കൊണ്ടുവന്ന് വന്നപ്പോ ഇവിടെ റൂം പൂട്ടിയിട്ടിരിക്കുക, അതായത് ഗാറ്റൊക്കെ പൂട്ടി, അവന്റെ താക്കോലുണ്ടായിരുന്നു,
ആ താക്കോൽ എന്തുകൊണ്ട് അത് താക്കോലിട്ട് തുറന്നെന്ന് അറിഞ്ഞൂടാ, യവൻ മതില് ചാടി. ഈ കാമുകിയും യവനുമായിട്ട് മതില് ചാടിയിട്ട് എന്ത് ചെയ്തു, നേരെ രണ്ടാമത്തെ നിലയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ നിലയിൽ പോയിട്ട് അവിടെ വെച്ച് ഈ കാമുകിയെ കസാരയിൽ ഇരുത്തുന്നു. കസാര എടുത്തി കാമുകി എടുത്തി കാര്യങ്ങൾ പറയുന്നു. ഇനി ഞാൻ ഇതുപോലെ ഉമ്മയെ കൊന്നു, ഈ പറയുന്ന ഉമ്മുമ്മയെ കൊന്നു, ഈ പറയുന്ന ഈ കൊന്നവരെ മൊത്തം ഈ ബാപ്പയുടെ സഹോദരങ്ങളെയും കൊന്നു, സഹോദരനെയും ഭാര്യനെയും കൊന്നു എന്ന് പറയുമ്പോൾ ഈ കാമുകി ഞെട്ടിപ്പോകുന്നു. കാമുകി ഇത് എന്തെന്ന് പറഞ്ഞാൽ കാമുകി കേൾക്കാൻ വയ്യാതെ കണ്ണ് പൊത്തി എന്ത് ചെയ്തിരിക്കുന്നു, കാമുകി അവിടെ ഇരുന്ന് കരയുന്നു. മനസ്സിലായി? അവൾക്ക് കേൾക്കാൻ സത്യമായിരിക്കും ചിലപ്പോ. കണ്ണ് പൊത്തിയോ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണ് പൊത്തി കരയുന്നു. ആ സമയത്ത് ഇവ എന്ത് ചെയ്യുന്നുണ്ട്, ശരി നീ പൊയ്ക്കോ, നിന്റെ ബാക്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റുവിലിട്ട് കാമുകിയുടെ നെറ്റിക്കിട്ട് അടിക്കുന്നു. ഒരൊറ്റ അടിയിൽ തന്നെ ഈ കാമുകി മരിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ആവർത്തിച്ച് അവൻ എന്ത് ചെയ്യുന്നു, കാമുകിയെ കൊല്ലുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അനുജൻ വരുന്നത്. ഈ അനുജൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവൻ വീട്ടിനകത്ത് കയറ്റിയിട്ട് റൂമൊക്കെ പൂട്ടിയിട്ട് പുറത്ത് സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ടിവിയുടെ ഓഡിയോ ഒക്കെ കൂട്ടിവെച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഈ പറയുന്ന അനുജന്റെ അടുത്തും പറയുന്നു. അനുജന്റെ അടുത്തും പറഞ്ഞിട്ട് നമുക്കും പോവാം, നീ ഇപ്പൊ പോകുന്ന നിന്റെ ബാക്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് അനുജനെയും ക്രൂരമായിട്ട് കൊല്ലും. അനുജൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ആലോചിച്ച് വെക്കുക. ഇക്ക കൊല്ലല്ലേ എന്നായിരിക്കും വിളിച്ചത്. മനസ്സിലായോ? എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്നത് കൊച്ചു പയ്യനാണ്. അവനെങ്കിലും നിനക്ക് വെറുതെ വിട്ടുകൂടായിരുന്നാണ് നാറി എന്നാ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇവൻ ഇപ്പൊ പോലീസുകാരന്റെ അടുത്ത് പറഞ്ഞ് തെളിവെടുപ്പ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ വിശദീകരിച്ച സംഭവങ്ങളാണ്. മനസ്സിലായോ? അപ്പോ ഇതിന്റെ മറ്റൊരു വർഷം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാമുകി കൊടുത്ത മാലയ്ക്ക് പറയുമ്പോൾ മുക്കുപട്ടം കൊടുക്കുന്നു. അതിനുശേഷം കാമുകി നിരന്തരം വീട്ടിലെ പ്രശ്നമാണ്, ഈ പറയുന്ന മാല തിരിച്ചെടുത്ത് തരണമെന്ന് ഇവനെ പ്രഷറൈസ് ചെയ്യുന്നു. അതുകൊണ്ട് കാമുകിയുടെ അടുത്ത് എനിക്ക് ദേഷ്യമായിരുന്നു, മനസ്സിലായില്ലേ, എനിക്ക് അവരുടെ അടുത്ത് വൈരാഗ്യമായിരുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥനെ കണ്ടെത്തണം. അതായത് ഇവൻ ആരൊക്കെ പൈസ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇവന് പൈസ കൊടുത്തിട്ട് തിരിച്ചാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവരെയൊക്കെ ഇവൻ വ്യവഹരിച്ചിരുന്നു. അത് അവരുടെ കാമുകയായിക്കോട്ടെ, അവരുടെ ഉമ്മുമ്മയായിക്കോട്ടെ, അവര് ഈ പറയുന്ന അവന്റെ വാപ്പയുടെ സഹോദരനും ഭാര്യയുമായിക്കോട്ടെ, ഇവരൊക്കെ പൈസ ഒരു തവണ സഹായിച്ചവർ ഈ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഇവന് എന്ത് ചെയ്യണം, ഈ പറയും പോലെ അവരെ കൊല്ലാനുള്ള വൈരാഗ്യമാണ്. അതുമല്ല ഈ പലിശയ്ക്ക് ഈ പറയുന്ന മീറ്റർ പലിശയ്ക്ക് കൊടുത്തവർ അവർ ഈ നിരന്തരം എന്റെ വീട്ടിൽ വന്ന് പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി അവര് വരുമ്പോ അവരെ കൊല്ലാനുള്ള പ്ലാനും കൂടി അവൻ ഇട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആലോചിച്ച് ഒരു മനുഷ്യന് ഒരു സാധാരണ മനുഷ്യന് നിങ്ങൾ ചിന്തിക്കാൻ കഴിയുമോ? എനിക്ക് മനസ്സിലാവുന്നത് എന്ത് തരം, എനിക്ക് ഇതിപ്പോഴും പിടിയിട്ടുന്നില്ല. ഇതെങ്ങനെ ഒരു മനുഷ്യൻ ഈ ഇത്രയും ആൾക്കാരെ നിരന്തരം ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കാൻ എങ്ങനെ കഴിയുന്നു എനിക്കറിയില്ല. അവൻ ചാവട്ടെന്ന് പറയട്ടെ, എന്തിന്റെ മാറ്റി കൊടുക്കണേ, ചാവട്ടെ, വെട്ടി കൊല്ല അവനെ എന്തിനിങ്ങനെയായിട്ട് വളർത്തണം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് തിന്ന് പോറ്റി അവിടെ കൊണ്ട് ജാമ്യം കിട്ടി തിരിച്ചു പോയിട്ട് അവൻ വീട്ടിൽ പിന്നെ 2-3 പേരെയും കൂടി ബാക്കി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരെയും കൂടി കൊല്ലട്ട്. എവനെ കൊല്ലണമെന്ന് ചാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവർക്ക് ഡോസ് കൂടുതൽ കഴിച്ചെന്നെ. അതുപോലെ ഈ വീടില്ലേ, അതായത് ഈ വീട് ഇവൻ എല്ലാവരും കൊന്നതിന് ശേഷം എന്ത് ചെയ്തു, ഈ ഗ്യാസ് തുറന്നു വിട്ടു എന്തെന്ന് ചോദിച്ചു ഇവൻ പറയുന്നത് വെച്ചാൽ അത് ഇനിയിപ്പം നമ്മളെല്ലാം മരിച്ചല്ലോ, ഇനിയിപ്പം ഈ വീട് എന്ത് ചെയ്യണം, എന്റെ വാപ്പ ഉപയോഗിക്കണം, അപ്പൊ വീടും തകർന്നു പോട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്ത, അതുകൊണ്ടാണ് ഗ്യാസ് തുറന്നു വിട്ടെന്നാണ് അവൻ പറയുന്നത്. അത്രയ്ക്ക് ക്രൂരൻ. മനസ്സിലായി? നമ്മളെല്ലാം മരിച്ചു, ഇനി ആ വാപ്പയ്ക്ക് ഈ വീട് കിട്ടണ്ട, അതും അങ്ങ് തുലഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും നിങ്ങൾ ആലോചിക്കുക. ആ പറയുന്ന അതിനുശേഷം ഈ കൊച്ചിനെയും കൊന്നതിന് ശേഷം നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഉമ്മ വീണ്ടും അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് റൂമിനകത്ത് കയറിയപ്പോൾ ഉമ്മ അങ്ങനെ കിടക്കാണ്, കണ്ണ് തുറന്നിരിപ്പുണ്ട്. ഉമ്മയ്ക്ക് ചെറിയ അനക്കമുണ്ടെന്ന് കണ്ടപ്പോൾ ഇവൻ വീണ്ടും പലതവണ ഉമ്മയുടെ ഈ പറയുന്ന തലയ്ക്കടിക്കുന്നു. എത്ര അടിച്ചിട്ടും ഈ കണ്ണടയുന്നില്ല എന്നുള്ളതാണ്. കണ്ണ് എന്നിട്ട് തുറന്നില്ല. നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്നറിയില്ല. ആ വീഡിയോയിൽ നമ്മൾ കയറി പോകുമ്പോൾ ഈ ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്. അവരപ്പോഴും ഇങ്ങനെ അവരുടെ കണ്ണ് ഇങ്ങനെ അടഞ്ഞ് അപ്പോഴും അവര് കണ്ണ് തുറക്കുന്നുണ്ട്, കണ്ണടയ്ക്കുന്നുണ്ട്. അതെന്തോ എന്തെന്നറിയില്ല, ഇത്രയും അടി കിട്ടിയിട്ട് അവർ എന്തുകൊണ്ട് അവരുടെ ബോധം നശിച്ചില്ല എന്ന ഒരു പിടുത്തമില്ല. മനസ്സിലായില്ല? അപ്പൊ അവരും അതാണ് പറയുന്നത്, ഞാൻ എത്ര അടിച്ചിട്ടും എത്ര രക്തം വാർന്ന് ഒഴുകിയിട്ടും ഇവരുടെ കണ്ണിങ്ങനെ ചിമ്മുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വൻ ക്രൂരതയാണ്. ഇവനൊക്കെ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ, കൊല്ലണം, അല്ലാതെ എന്ത് ശിക്ഷ? അല്ല, കൊന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കൊച്ചു ചെറുക്കനെയും ഇവന് വെറുതെ വിടാമായിരുന്നു. അത്രയ്ക്ക് വലിയ ക്രൂരതയാണ്. ഇവന് ഒരു ശതമാനം പോലും, ഒരു തരിമ്പ് പോലും, ഒരു ദയ അവൻ അർഹിക്കുന്നില്ല. അമ്മാതിരി ചെയ്താണ് അവൻ ചെയ്തിരിക്കുന്നത്. ഒരു കാലത്തും ആരും സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആർക്കും പുറക്കാൻ പറ്റാത്ത, ആർക്കും ഇവൻ ചിന്തിക്കാനും കൂടി പറ്റാത്ത മഹാ ക്രൂരതയാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവന് കിട്ടേണ്ട പരമാവധി ശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.